അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേ ഉമ്മർത്ത് വന്ന് ഇങ്ങനെ നിന്നതാട്ടോ. അപ്പോൾ തേജപ്പതേ കുറെ പൂവൊക്കെ ഉണ്ട് അമ്മ നട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. പിന്നെ അച്ഛനും തേജും കൂടിയിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. ചെടികളെന്ന് പറയാൻ തുളസി, മറ്റേ തെച്ചി അങ്ങനത്തെ അമ്പലത്തിക്കൊക്കെ വേണ്ടിയിട്ട് അതുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെടികളും ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ കുറേ ഉണങ്ങിപ്പോണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവസ്ഥ തന്നെയാണ്, കുറേയൊക്കെ ഉണങ്ങിപ്പോണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു കുഞ്ഞ് കൃഷിത്തോട്ടാട്ടോ ഇവിടെ ഇട്ട നാന. ഇവിടെ തെങ്ങും വാഴയും പിന്നെ മുരിങ്ങ, നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട അല്ലറ ചില്ലറ പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്. അമ്മ അതേ അടിച്ചു വരാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ കഴുകിയിട്ട്, ഇത് നമ്മുടെ മാക്സി അല്ലാട്ടോ, ആര്യയുടെ മാക്സിയാണ്. അവളിത് കൊണ്ടുപോയിട്ടില്ലേ തോന്നുന്നു. അപ്പോൾ കിട്ടിയത് ഞാൻ എടുത്ത് ഇടുക ചെയ്തത്. എനിക്ക് കുറച്ച് ലൂസുള്ള പോലെ തോന്നി. പിന്നെ ഇതേ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇതേ വിളക്കത്തിക്കണേൻ്റെ അവിടെ പോയിട്ട് ഒന്ന് തൊഴുതു, ഒരു ബസ്സമൊക്കെ തൊട്ടിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ ഉമ്മർത്തിരിക്കട്ടെ കുറേ നേരം ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ഛൻ്റെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നത് കണ്ടപ്പോൾ തേജപ്പതേ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഒപ്പം ഇറങ്ങാൻ നോക്കിയിട്ട്, പക്ഷെ ഇപ്രാവശ്യം തേജുവിന് അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല. കാരണം അച്ഛൻ കുറച്ച് ദൂരത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് നേരമൊന്ന് വാശി പിടിച്ചെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ചാച്ച ദൂരത്തേക്കാണ് പോണ്, വരാൻ വൈകും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി ഓക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ പോകുമ്പോൾ അതേ ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ എന്തോ ഫ്രിഡ്ജിൽ എന്തോ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് അത് എടുത്തു കൊടുന്നു കേട്ടോ. ഡയറി മിൽക്ക് ആയിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ പൊളിച്ചു കൊടുത്തു. അപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങളത് ഇങ്ങനെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ മാഗിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അമ്മ നാമഞ്ചിലുണ്ടായിരുന്നു ഉമ്മർത്തിരുന്നിട്ട്. അതിൻ്റെ കൂടെ അതേ തേജു എന്തുട്ടോ അങ്ങനെ ഒരു ഗെയിം, അവന് പിന്നെ അമ്മേനെ കണ്ട് കൊടുക്കത്ത ഗെയിമുകൾ കേട്ടോ. എന്തൊക്കെയോ അവൻ തന്നെ കണ്ടുപിടിച്ചിട്ട് എന്തോ റബ്ബർ ബാൻഡ് കൈമിട്ടിട്ട് ചുറ്റി കളിക്കുക എന്തോ ആണ്. പിന്നെ അതേ ഞാൻ അച്ഛൻ കൊടുന്ന ആ മാഗി ഇല്ലേ അതെടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു മാങ്ങ അരിക്കുന്നുണ്ട്, മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിക്ക് പിന്നേക്ക് വേറെ ഫുഡൊന്നും വേണ്ട തോന്നിയിട്ടോ. മാംഗോ ജ്യൂസും മാഗിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതേ ഇവിടെ ഇരുന്നിട്ട് മാഗി ഉണ്ടാക്കുന്നുണ്ട്. അമ്മ അപ്പുറത്തിരുന്ന് മാങ്ങ ചെത്തി അടിക്കാനുള്ള പരിപാടി തുടങ്ങാട്ടെ. ഇത് എന്ത് മാങ്ങിയാ ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല മധുരം, അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു. തോലൊക്കെ ചെത്തി ഇതെങ്ങനെ അരിഞ്ഞ് നമ്മുടെ ജാറിൽ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഞാൻ ആദ്യം 2 സ്പൂൺ ഇട്ടുള്ളൂ. പിന്നെ അമ്മ പറഞ്ഞത് കുറവാ, കുറച്ചും കൂടി ഇട്ടോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കൊട്ടി കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് അടിച്ചപ്പോഴാണ് പിന്നെ അമ്മ പറഞ്ഞത് അയ്യോ ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പാലും വെള്ളം കൂടിയിട്ട് ഒഴിച്ചിട്ട് വീണ്ടും അടിക്കാട്ടോ ചെയ്തത്. അങ്ങനെ അതേ നല്ല കട്ടിയിലായിട്ട് അടിച്ചു തന്നത്. അങ്ങനെ അതേ അതൊക്കെ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ 2, 3, 4 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക്, അമ്മയ്ക്ക്, അച്ഛനും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ടായിരുന്നു. അമ്മ അച്ഛന് കൊടുക്കാനായിട്ടാണ് പോയത്. പിന്നെ ഞാനും തേജപ്പിനും കൂടിയിട്ട് ഇതേ മാഗി ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇരിക്കണത്. അങ്ങനെ മാഗിയും നമ്മുടെ മാംഗോ ജ്യൂസും കൂടിയിട്ടാട്ടോ ഞങ്ങൾ രാത്രിയത്തെ ഫുഡ് ഇതിൽ ഒതുക്കി കിട്ടും. നമുക്ക് ഒന്നാമത് ഇതൊക്കെ കൂടി കുടിച്ചപ്പോൾ നമ്മുടെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായിട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മാഗിയും കൂടി ആയപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട തോന്നി. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.